വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, വിധ കുട്ടികളെ, നമുക്കെല്ലാവർക്കും അതിൻ്റേതായ കഴിവുകളും ദാനങ്ങളും കൃപകളും നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ദാനങ്ങളും കൃപകളും വരങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ കൃപകൾ, വരങ്ങൾ, ദാനങ്ങൾ കൊണ്ട് നമ്മൾ ധന്യരാകും. അതുകൊണ്ട് 10 കിട്ടിയവന് 10 കൊടുക്കുന്നു, 5 കിട്ടിയവന് 5 കൂടി കൊടുക്കുന്നു. അല്ലേലിയാ. കഴിഞ്ഞ പന്തക്കുസ്താ ദിനത്തിൽ ഒരു സഹോദരി ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യം പ്രകാരമാണ്, അച്ഛാ, ഇന്ന് ശുശ്രൂഷയിൽ എനിക്ക് 3 പുതിയ വരങ്ങൾ കർത്താവ് തന്നു, 3 പുതിയ ഭാഷാ വരങ്ങൾ തന്നു. അല്ലേലിയാ. ഓരോ ശുശ്രൂഷയിലും, ഓരോ കുർബാനയിലും, ഓരോ ആരാധനയിലും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ, മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ, ആ പരിശുദ്ധാത്മാവ് വിവിധ ദാനങ്ങളും വരങ്ങളും കൃപകളും കൊണ്ട് നമ്മളെ നിറയ്ക്കും. ഈ ദാനങ്ങളും കൃപകളും വരങ്ങളും നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ലേഖനത്തിൽ 1 കൊറിന്തോസിൻ്റെ 12:27 ഇപ്രകാരം പറയാണ്, അവർ അപ്പസ്തോലന്മാരെയും പ്രവാചകന്മാരെയും പ്രബോധകരെയും അത്ഭുത പ്രവർത്തകരെയും അങ്ങനെ രോഗശാന്തി നൽകുന്നവരെയും സഹായകർ, ഭരണകർത്താക്കൾ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവരെയും നിയമിച്ചു. അല്ലേലൂയ. ആദ്യത്തെ ഗണം ആരാണെന്ന് വെച്ചാൽ അപ്പസ്തോലന്മാരാണ്. പാലക്കാട് രൂപതയുടെ അപ്പസ്തോലനായിരിക്കും പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ്, പാലക്കാട് രൂപത അപ്പസ്തോലൻ. അല്ലേലൂയ. എല്ലാ രൂപതകൾക്കും പത്രോസിന്റെ പിൻഗാമികളായിട്ട് ഓരോ അപ്പസ്തോലന്മാരെ നിയമിച്ചിട്ടുണ്ട്. അല്ലേലൂയ. അല്ലേലൂയ. അപ്പോൾ ഒരാൾ മാറുമ്പോൾ അടുത്ത ഒരു അപ്പസ്തോലനെ വയ്ക്കും. ആ അപ്പസ്തോലൻ പിതാവായി ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് തൻ്റെ കാര്യങ്ങൾ ചെയ്യപ്പെടുന്നത്. ആ അപ്പസ്തോലനെ സഹായിക്കാൻ വേണ്ടിയാണ് അപ്പസ്തോലൻ്റെ കരങ്ങൾ വഴി പൗരോഹിത്യത്തിലേക്ക് അനേകരെ കർത്താവ് ഉയർത്തുന്നത്. അല്ലേലൂയ. പൗരോഹിത്യത്തിലേക്ക് കർത്താവ് പുരോഹിതരെ ഉയർത്തുന്നത് ആ നമ്മുടെ ഓരോ ഇടവകയിലും ആരായിരിക്കേണ്ടതെന്ന് വെച്ചാൽ ആരായിരിക്കേണ്ടതെന്ന് അറിയുമോ? ആരാ? പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ് ഇരിക്കണ്ടേ. അപ്പോൾ എല്ലാ പള്ളിയിലും വന്നിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പിതാവ് ചെയ്യുന്നൊരു കാര്യം, ഈശോ ചെയ്തതുപോലെ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു, ഈശോ 12 ദേശങ്ങൾക്ക് അയച്ചതുപോലെ പിതാവ് ചെയ്യുന്നൊരു കാര്യമാണ്, ജനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെടുത്ത് പരിശീലിപ്പിച്ച് അവർക്ക് പട്ടം നൽകി താൻ പോയിരിക്കേണ്ട ഓരോ ഇടവകളിലും അതിൻ്റെ ഇടയന്മാരായിട്ട് പിതാവ് അവരെ നിയമിക്കുകയാണ്. അല്ലേലൂയ. 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 അപ്പോൾ പിതാവ് സ്വീകരിച്ചിരുന്ന അപ്പസ്തോല കൂട്ടായ്മ ആര്? യേശുവിൻ്റെ പൗരോഹിത്യ. ഒരേ ഒരു പൗരോഹിത്യമുള്ളൂ. ആ പൗരോഹിത്യത്തിലെ വിവിധ അംഗങ്ങളാണ് ഈ അപ്പസ്തോലന്മാർ. അത് രണ്ടാമത് പറയുന്നത് പ്രവാചകന്മാർ. ആദ്യത്തെ അപ്പസ്തോലന്മാരാണ്, അല്ലെങ്കിൽ പുരോഹിതരാണെങ്കിൽ അവരുടെ ദൗത്യമാണ് എന്താണെന്ന് വെച്ചാൽ പഠിപ്പിക്കുക എന്നുള്ളത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവല്ല, അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഞങ്ങളുടെ വാർഷിക ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ബാച്ച്, ഫിലോസഫി ബാച്ചിൽപ്പെട്ട ഒരു അച്ഛനാണ് ഇവിടെ സഹായിക്കാനായിട്ട് വന്നത്. ഇവിടെ താഴത്തും മുകളിലൊക്കെ ആയിട്ട് സഹായിക്കാം. അച്ഛനോട് ശുശ്രൂഷ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ധൂമക്കുറ്റി എടുക്കുന്നില്ല, കാരണം ചെറിയൊരു സ്ഥലമായതുകൊണ്ട് ധൂമക്കുറ്റി എടുക്കുക എളുപ്പമല്ല, തീയുള്ളത്. അപ്പോൾ അച്ഛൻ പറയാണ്, അച്ഛൻ ഒരു കാര്യം ചെയ്യും, ധൂമക്കുറ്റി എടുത്തുകൂടി ശുശ്രൂഷ ചെയ്യണം. കാരണം ശുശ്രൂഷയിൽ പിശാച് അല്ലെങ്കിൽ തിന്മയുടെ ശക്തി വിട്ടുപോകുന്ന ധൂമക്കുറ്റി വീശുമ്പോൾ. അല്ലേലൂയ. അല്ലെങ്കിൽ ഇവിടെ ചേച്ചി വന്ന് പറഞ്ഞവർക്ക്, ആ ചേച്ചിയുടെ വീട്ടിൽ കിണറിലെ വെള്ളത്തിന് പ്രശ്നം, വെള്ളം ചീത്തയായി കിടക്കുക, പല ടെസ്റ്റുകൾ നടത്തി മാറുന്നില്ല. ഞാനപ്പോൾ ഒരു കാര്യം ചെയ്തു, ഹന്നാം വെള്ളം വെഞ്ചരിച്ചു കൊടുത്തു, ഒപ്പം കുറച്ച് കുന്തിരിക്കം വെഞ്ചരിച്ചു. 7 ദിവസം കുന്തിരിക്കം പുകയ്ക്കാൻ പറഞ്ഞു. കുന്തിരിക്കം പുകച്ചു. അതിനുശേഷം ഈ വെള്ളത്തിൽ ഹന്നാം വെള്ളം കൊണ്ട് ഈ കിണറിൽ ഒഴിക്കാൻ പറഞ്ഞു. ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ 7 ദിവസം കഴിയുമ്പോൾ ആ കിണറിലെ വെള്ളം ശുദ്ധമായി. അല്ലേലൂയ. നമ്മളിവിടെ ഈ കുന്തിരിക്കം എടുത്ത് ധൂപാർച്ചന നടത്തി തുടങ്ങിയപ്പോഴുന്നുണ്ട് അത്ഭുതങ്ങൾ തുടങ്ങി കിടന്നു. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കുന്തിരിക്കം വാങ്ങി 2 or 3 കുന്തിരിക്കത്തിൻ്റെ ഒരു എന്നിട്ടൊന്ന് പകച്ചു കഴിഞ്ഞാൽ ആ കുന്തിരിക്കത്തിൻ്റെ സുഗന്ധത്താൽ ആ സ്ഥലമെല്ലാം പരിമളമാകാം. അല്ലേലൂയ. രണ്ടാമത് അച്ഛനോട് സൂചിപ്പിച്ച് നമുക്ക് 2 വിധത്തിൽ വെഞ്ചരിപ്പുണ്ട്. ഒന്ന് സാധാരണ
ഉപ്പ് ഉപയോഗിക്കാതെ വെഞ്ചരിക്കുക. പഴയ കാലത്ത് നമുക്കറിയാം മോസസ് ഉപ്പെടുത്ത് വെള്ളത്തിലിട്ടു, അങ്ങനെ ആ വെള്ളം ശുദ്ധമായി മാറി. അപ്പോൾ രണ്ടാമത്തെ ഇത് വെഞ്ചരിപ്പെന്ന് പറയുന്നത് ഡെയിലി ഉപ്പോടെ ഇട്ട് വെഞ്ചരിപ്പാണ്. ഹല്ലേലൂയ. അത് ട്രഡീഷണൽ പ്രാർത്ഥന. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ഈ സാധാ വെഞ്ചരിപ്പല്ലാതെ ഈ ഉപ്പ് കൂടി ഇട്ട് സമ്പൂർണ്ണ വെഞ്ചരിപ്പ് അങ്ങ് നടത്ത്, അത് അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പോൾ ഞാൻ ഓർത്തു, അപ്പോൾ ഒരു ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന കിടക്കുന്നത് കണ്ടു. ആ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന ചെയ്ത് കൊടുക്കണമ്പോൾ ഇപ്രകാരമാണ്, ആ വെള്ളം കൊണ്ട് ഉപയോഗിക്കുന്നവർക്കെല്ലാം രോഗശാന്തി കർത്താവ് കൊടുക്കുക. രോഗശാന്തി ശാരീരിക രോഗങ്ങളെക്കാളും കൂടുതലായിട്ട് എന്ന് പറഞ്ഞാൽ വയർ സംബന്ധമായ രോഗങ്ങൾ, അല്ലെങ്കിൽ കിടക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവത്ത സ്ഥലത്ത് ഈ വെള്ളം കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ വ്യത്യാസങ്ങളും മാറ്റങ്ങളും രോഗശാന്തികളും കർത്താവ് നൽകാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് രണ്ടും ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം വളരെയധികം വ്യത്യാസം, വളരെയധികം ഡെലിവറൻസിൻ്റെ കൃപകൾ കർത്താവ് ഈ സെൻറ്ററിൽ നൽകാൻ തുടങ്ങി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ വെഞ്ചരിച്ച വെള്ളം, ഹന്നാം വെള്ളം വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കൊണ്ടുപോയി ഉദരസംബന്ധമായ അസിഡിറ്റി, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഓവറായിട്ട് പോകും, അങ്ങനെയുള്ള രോഗങ്ങൾ, ഏറ്റവും കൂടുതൽ രോഗം വരുന്ന ഒരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ വയറാണ്. അല്ലേ? വയറാണ്. ഹല്ലേലൂയ. ഒരു ചേച്ചി വന്നു. ആ ചേച്ചിയും ഭർത്താവും ഭാര്യയും കൂടി വന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. ഞാൻ അറിയുന്ന കുടുംബമാണ്. ഇവിടെ കുടുംബത്തിൽ മകന് രോഗങ്ങളാണ്. മകന് വിധം ഒരു ബക്കറ്റ്, ചെറിയൊരു ബക്കറ്റ് ഇങ്ങനെ വലിച്ചു വെച്ചപ്പോൾ കൈ ഒടിഞ്ഞു. ചെറിയൊരു ബക്കറ്റ്. പാവം പറഞ്ഞു, അച്ഛാ എൻ്റെ മാതാപിതാക്കന്മാരൊന്ന് കാണണം, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ അവർ വരാൻ പറഞ്ഞു. നമ്മൾ ശുശ്രൂഷ പങ്കെടുത്തു. കാണാൻ വേണ്ടി ചെന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു. ചേട്ടന് നട്ടൽ സംബന്ധമായ രോഗം മാറി. അപ്പോൾ ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് കഴുത്ത് പിടിച്ച സമയത്ത് ആ കഴുത്തിന് എന്തോ ഒരു ചേച്ചിക്ക് ഒരു രോഗമുണ്ട്. വർഷങ്ങളായിട്ടുള്ള രോഗം. ഞാൻ കഴുത്തിന് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ചേച്ചി പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. അപ്പോൾ നമുക്കറിയാം, ഈ ആഭിചാര പ്രവൃത്തികൾ ചെയ്ത വസ്തുക്കൾ നമ്മൾ കഴിച്ചാൽ സാധാരണ നമ്മൾ നട്ടല് സംബന്ധമായ രോഗം വരും. അത് കഴിച്ചാൽ ആത്മീയ നട്ടല് ഒടിച്ചിട്ടേ പോകുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആഭിചാരം ചെയ്ത വസ്തുക്കൾ കഴിക്കരുതെന്ന് പറഞ്ഞത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നട്ടലാണ്. വിശ്വാസ ജീവിതത്തിൽ ഒരു മനുഷ്യനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത് വിശ്വാസത്തിൻ്റെ നട്ടല്ല. അത് സാത്താൻ ഒടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് പ്രാർത്ഥിക്കാനോ വചനം വായിക്കാനോ ശുശ്രൂഷ ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ചേച്ചിക്കാരന്ന് കരയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇത് നിങ്ങളെ വിളിച്ചുകൊണ്ടുവന്ന് കഷ്ടപ്പാടായി, എങ്കിലും ഒഴിവാക്കി വിട്ട്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറയാണ്, ഈ സ്ത്രീയോട് സംസാരിക്കുകയും പാമ്പായിട്ട് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേച്ചി വല്ല പാമ്പായിട്ട് ബന്ധമുണ്ടോ? 3 പ്രാവശ്യം കടിച്ചിട്ടുണ്ട് പാമ്പ്. 3 പ്രാവശ്യം കടിച്ചതുകൊണ്ട് ഈ ചേച്ചിക്ക് ഒരു ഈശോയേക്കാളും കൂടുതൽ എന്താ ഉള്ളിലുള്ളതെന്ന് വെച്ചാൽ ഭയമാണ്. എവിടെ ഭയമുണ്ടോ അവിടെ ഈശോയ്ക്ക് കയറി പ്രവർത്തിക്കാൻ പറ്റില്ല. എവിടെ പേടിയുണ്ടോ അവിടെ ഈശോയ്ക്ക് കയറി പ്രവർത്തിക്കാൻ. നമ്മൾ ഈശോയെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കണം, അന്ധമായിട്ട് വിശ്വസിക്കണം, കണ്ണും പൂട്ടി വിശ്വസിക്കണം. എന്നാൽ മാത്രമേ ഈശോ അത്ഭുതം പ്രവർത്തിക്കുള്ളൂ. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, 3-4 പ്രാവശ്യം പാമ്പ് കടിച്ചിട്ടുണ്ടോ? പാമ്പിനെ എന്ത് ചെയ്യണം? പാമ്പിനെ ആർക്ക് വിട്ടു കൊടുക്കണം? ഈശോയ്ക്ക് വിട്ടു കൊടുക്കും. നമ്മളെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് രോഗം പെരുകുന്നത്. നമ്മളെല്ലാം മൂട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഈ സഹോദരിയോട് പറഞ്ഞു, ഇത് സമർപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ സഹോദരി പറയും, കഴുത്തിൻ്റെ വേദന പോയി വെച്ചാൽ. അപ്പോൾ കഴുത്തിൻ്റെ വേദന രോഗമാണോ, ശാരീരിക രോഗമാണോ, ഒരു ആത്മീയ തടസ്സങ്ങളാണോ? ആത്മീയ തടസ്സം. ഒരു പാമ്പ് നമ്മളെ കടിച്ചിട്ടുണ്ടെങ്കിൽ, പാമ്പിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഹാനികരമായ ഏതെങ്കിലും വസ്തുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബ്ലോക്ക് ചെയ്യും, വിശ്വാസ ജീവിതത്തെ തടസ്സം ചെയ്യും. ഹല്ലേലൂയ. ആ സഹോദരി ഇപ്പോൾ പറയാണ്, ഇനി എൻ്റെ കഴുത്ത് വേദന മാറി, ചേട്ടൻ്റെ നട്ടെല്ലിൻ്റെ വേദന മാറി, അടുത്ത ആഴ്ച ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മകനെ കൊണ്ടുവരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം എന്താ? അവർക്ക് വിശ്വാസ ജീവിതത്തിൽ ഉയരാനായിട്ട് സാധിച്ചു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 18-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ പ്രകാരമാണ്, പുരോഹിതനിൽ നിന്നും നിയമമോ ജ്ഞാനിയിൽ നിന്നും ജ്ഞാനമോ
അല്ലേ? എന്തെന്നാൽ പുരോഹിതനിൽ നിന്ന് നിയമോപദേശവും നിയമോപദേശവും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും ജ്ഞാനിയിൽ നിന്ന് ആലോചനയും പ്രവാചകനിൽ നിന്ന് വചനവും പ്രവാചകനിൽ നിന്ന് വചനമോ നശിച്ചു പോവുകയില്ല. നശിച്ചു പോവുകയില്ല. നശിച്ചു പോവുകയില്ല. ഹല്ലേലൂയ. 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 പുരോഹിതനിൽ നിന്നും നിയമോപദേശമോ ജ്ഞാനിയിൽ നിന്നും ആലോചനയോ. ജ്ഞാനിക്കാണ് ആലോചിക്കാൻ പറ്റുള്ളൂ. ജ്ഞാനി അല്ലെങ്കിൽ ആലോചന ഉണ്ടാവില്ല. വീണ്ടും പറയാണ് പ്രവാചകനിൽ നിന്ന് വചനങ്ങളോ നശിച്ചു പോകില്ല. എന്നിട്ട് പറയാണ് ജെറമ്യാ പ്രവാചകനെ നമുക്ക് നാവ് കൊണ്ട് കൊല്ലാമെന്ന് അവിടെ പറഞ്ഞു വെച്ച് വരുവിൻ നമുക്ക് അവനെ കൊല്ലാം നാവ് കൊണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് പുരോഹിതനിൽ നിയമമുള്ളതുകൊണ്ട്, പുരോഹിതന് നിയമം പഠിപ്പിക്കാൻ അറിയുന്നത് കൊണ്ട് പുരോഹിതനെ വാക്കുകൊണ്ട് കൊല്ലുക അല്ലേ സംഭവിക്കുന്നത്. ചാനൽ ചർച്ചകളിൽ എന്താ നടക്കുന്നത് അല്ലേ? എന്തെങ്കിലും ഒരു സംഭവം കേൾക്കുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം കേൾക്കുക, അത് വന്നിരുന്നിട്ട് അത് വ്യാഖ്യാനിക്കുന്നത് ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ ആരെക്കുറിച്ചാണ്? യേശുവിനെയാണ്. ഹല്ലേലൂയ. അല്ലെ, ഞങ്ങൾ ഓരോരുത്തരും പ്രതിനിധീകരിക്കുന്നത് യേശുവിനെയാണ് അല്ലേ? നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധീകരിക്കുന്നത്, നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കുറ്റവും ക്രിസ്തുവിനെതിരെ ആരോപിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ജെറമ്യായെ കൊല്ലാം, നാവ് കൊണ്ട് കൊല്ലാം. ജെറമ്യ ഏറ്റവും ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. അവൻ എന്ത് കിട്ടുന്നു അവൻ പ്രവചിക്കും. ഹല്ലേലൂയ. മേലോട്ടോ താഴോട്ടോ നോക്കില്ല. അടി കിട്ടുമെന്നോ അടി കിട്ടില്ല എന്നോ നോക്കില്ല, അവൻ കൊടുക്കും. അതുകൊണ്ടാണ് ഇഷ്ടംപോലെ അടി കിട്ടിയതും കിണറിലേക്ക് വലിച്ചെറിഞ്ഞതും പീഡകളേറ്റതും അടയ്ക്കപ്പെട്ടതും ആരാണ്? ജെറമ്യ. അതുകൊണ്ട് പറയാണ് ജെറമ്യായിൽ പ്രവാചകനായ ജെറമ്യായിൽ വചനമുള്ളത് കൊണ്ട് നമുക്ക് അവനെ നാവ് കൊണ്ട് തകർക്കാം. അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും വേണ്ട. വാക്ക് കേട്ടാൽ എന്താവും? നമ്മൾ വിശുദ്ധീകരിക്കും അല്ലേ? വിശ്വാസത്തിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ. അതുകൊണ്ട് ജെറമ്യ പ്രവാചകനെ നാക്കുകൊണ്ട് കൊല്ലാൻ നോക്കുമ്പോൾ ജെറമ്യ പ്രവൻ ഒരു അടി പോലും പുറകോട്ട് പോകുന്നില്ല. കാരണം കണ്ണും പൂട്ടി അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് അന്ധമായിട്ട് അവൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനത ഏതാണെന്നറിയുമോ? ജനിക്കുന്നത് കൽപ്പനകൾ കൃത്യമായിട്ട് പാലിക്കുന്നത് ലോകത്തിൽ ജെറുസലേമിൽ ഇസ്രായേൽ ഏറ്റവും സമ്പന്ന രാജ്യമാണ്. ജനസംഖ്യ കുറവാണ്, പക്ഷെ സമ്പന്ന രാജ്യമാണ്. എന്താണെന്നറിയാമോ? ഞാൻ ഹോളി ലാൻഡിൽ പോയ സമയത്ത് കാണുന്ന ഒരു കാര്യം ഇതാണ്. നമുക്ക് വെള്ളിയാഴ്ച വന്നു. അപ്പോൾ ഗൈഡ് പറഞ്ഞു നാളെ അവരുടെ സാബത്താണ്. സാബത്താകുമ്പോൾ നമുക്ക് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വണ്ടികളൊന്നും ഇറക്കാതിരിക്കുമോ? ഇല്ല. അവരുടെ ചേട്ടൻ സിഗരറ്റ് വലിക്കുമ്പോൾ സിഗരറ്റ് പോലും വലിക്കില്ല. കാരണം എന്താ? ഒരു സിഗരറ്റ് എടുത്തിട്ട് ചുണ്ടുമ വെച്ചാൽ അതൊരു പ്രവൃത്തിയായാൽ അത് പാവായി, സാപത്ത് ലംഘനമായി. ഇത് പുക വലിക്കില്ല, ഒരു പേനെടുത്ത് എഴുതില്ല, അവരൊന്നും ചെയ്യില്ല. ഹല്ലേലൂയ. അത്രമാത്രം അവിടെ നിയമത്തിനോട് റിജിഡായിട്ട് അല്ലെങ്കിൽ തീവ്രമായിട്ട് ആചരിക്കുന്ന സമയം ഞങ്ങൾ പറഞ്ഞു നാളെ ഇപ്പോൾ കാണാമല്ലോ. നമ്മളങ്ങനെയല്ലേ പറയുന്നത്, നാളെ കാണുക. പിറ്റേ ദിവസം നോക്കുമ്പോൾ തലേ ദിവസം ഉണ്ടായ വണ്ടിയുടെ 3% പകുതിയേക്കാളും കൂടുതൽ വണ്ടി റോട്ടിലില്ല. ഈ ടൂറിസ്റ്റായിട്ട് വന്നവരുടെ വാഹനങ്ങൾ മാത്രമാണ് റോട്ടിലൂടെ പോകുന്നത്. കാരണം എന്താ? അത് അവരുടെ സാബത്താണ്. അതവരുടെ വിശുദ്ധ ദിനമാണ്. ദൈവം പറയുന്നത് ഇപ്രകാരമാണ്, ഞാനും നീയും തമ്മിലുള്ള ഒരു ബന്ധമാണ്, വിശുദ്ധ ദിനമാണ്. അതിനെ നീ വിശുദ്ധമായിട്ട് ആചരിക്കണം. ഹല്ലേലൂയ. അവര് ദൈവവുമായിട്ടുള്ള ഉടമ്പടി എന്താണെന്ന് വെച്ചാൽ അതാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 20:1-2 അഭിപ്രായം, ഞാൻ നിൻ്റെ ദൈവമാണ്, നീ എൻ്റെ ജനമാണ്. അതുകൊണ്ട് അവരോട് ചെയ്തിരിക്കുന്ന കാര്യം എന്താ? ഭൂമിയിലുള്ള സകല വസ്തുക്കൾ എൻ്റേതാണ്. നീ ഉടമ്പടി പാലിച്ചാൽ എവിടെ കിടക്കുന്ന 19 പുറപ്പാടിൻ്റെ 19:5-6 പറയാണ്, ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടി സ്ഥാപിച്ചാൽ എന്താണെന്ന്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റെതാണ്. അവർക്ക് സമ്പത്തുണ്ടോ? ഇസ്രായേലിന് ഉണ്ടോ? വെടിക്കോപ്പുകളുണ്ടോ? ഉണ്ട്. അവരുടെ ഏതെങ്കിലും ഒരു വസ്തു
ഏതെങ്കിലും നമുക്കറിയാം ഫ്ലൈറ്റുകൾ അവരുടെ ഹൈജാക്ക് ചെയ്യാണ്ട്, അവർക്ക് ശത്രുക്കൾ കൂടുതലാണ്. ശത്രുക്കൾ കൂടുതലുള്ളപ്പോൾ ഒരു തവണ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത് ശത്രുരാജ്യം കൊണ്ടുപോയപ്പോൾ UN കൂടി എങ്ങനെ ഫ്ലൈറ്റ് തിരിച്ചു പിടിക്കണം, ആളുകളെ രക്ഷിക്കണമെന്ന് നോക്കിയിരിക്കുമ്പോൾ ഇസ്രായേൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവർ പോയിട്ട് തന്ത്രപൂർവ്വം അവരുടെ ഫ്ലൈറ്റ് പൊക്കിക്കൊണ്ടുവന്നു. അവരുടെ ബുദ്ധി ശക്തമാണ്. അവരെ തോൽപ്പിക്കാനായിട്ട് ആർക്കും സാധിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരത്രമാത്രം അവരുടെ നിയമത്തോട്, ദൈവത്തിൻ്റെ കൽപ്പനയോട് അവർ 100% കൂറുപുലർത്തി. അല്ലേലിയ 100 എന്ന് പറഞ്ഞാൽ അവർ അന്ധമായിട്ട് അവരുടെ ദൈവത്തിൻ്റെ കൽപ്പന, ചില കൽപ്പനകൾ കർത്താവ് പറയുന്നുണ്ട്, ഒരാട് കുഴിയിൽ വീണ് അതിനെ കയറ്റാതിരിക്കുമോ, നിൻ്റെ മകൻ രോഗിയാണെങ്കിൽ സുഖപ്പെടുത്താതിരിക്കുമോ, അവരെ അങ്ങനെ ഒരു രോഗം വന്നാൽ പോലും, ഒരാട് വീണാൽ പോലും അതിനെ പോലും കയറ്റരുതെന്നുള്ള തെറ്റായിട്ടുള്ള നിയമങ്ങൾ യേശു ക്രിസ്തു അവരിൽ നിന്ന് തിരുത്തുകയാണ് ചെയ്തു. അല്ലേലിയാം, അല്ലേലിയാം. അതുകൊണ്ട് ദൈവമായ കർത്താവാണ് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ്, ജീവൻ വേണമെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ, സാബത്ത് ദിനത്തിൽ നിങ്ങൾ ഭാരം വഹിക്കുകയോ ജെറുസലേം കവാടങ്ങളിലൂടെ കൊണ്ടുവരികയോ ചെയ്യുക. എന്തുകൊണ്ടാണ് ജെറുസലേം കവാടങ്ങളുടെ ഭാരം കൊണ്ടുവരുന്നതെന്ന് പറയുന്നത്? എന്തായിരിക്കും? ഭാരം കൊണ്ടുവന്നതിന്, പള്ളി പോകുന്നതിന് ഭാരം, പുറത്തേക്കിടെ ഭാരം. ഇപ്പോൾ നമ്മൾ പള്ളി പോകുന്നില്ല, ഭാരം എടുത്തിട്ട് പോകുന്നതിന് എന്താ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ജെറുസലേം കവാടം എന്ന് പറഞ്ഞാൽ ജെറുസലേമിൻ്റെ ദേവാലയത്തിൻ്റെ മുമ്പിലൂടെ നീ ചുമന്നുകൊണ്ട് ഞായറാഴ്ച സാബത്ത് ദിവസം പോകരുത്. കാരണം എന്താ? നിനക്ക് ആരോഗ്യം തന്നത്, നിനക്ക് കൈക്ക് ബലം തന്നത്, ആയുസ് നൽകിയത് ആരാ? ദൈവമായ കർത്താവാണ്. അല്ലേലിയാം. നമ്മുടെ ഇടവകയിൽ കുറേ ചേട്ടന്മാർ പള്ളിയിൽ പോയി നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കുറേ ചേട്ടന്മാർ ചുമടെടുത്തുകൊണ്ടാണ് അക്രൈസ്തവരെന്ത് പറയും? കുറേ ചേട്ടന്മാർ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, കുറേ ചേട്ടന്മാർ കാര്യം നോക്കുന്നു. അല്ലേ? പറയില്ലേ? പറയോ? അല്ലേലിയ. അതെന്താ? ദൈവമായ കർത്താവ് പറയാ, നീ എന്നെ ആരാധിക്കേണ്ട സമയത്ത്, നീ എൻ്റെ അടുത്ത് വരേണ്ട സമയത്ത്, സാബത്ത് ദിനത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ദിനത്തിൽ നീ നിൻ്റെ തലയിൽ ചുമട് വെച്ചുകൊണ്ട് ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ മുമ്പിലൂടെ നീ നടക്കുന്നത്, നിൻ്റെ ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ജീവൻ വേണമെങ്കിൽ നീ സൂക്ഷിച്ചുകൊള്ളുവിൻ. ജെറുസലേം കവാടത്തിലൂടെ നീ അത് കൊണ്ടുപോകരുത്. ജെറുസലേം കവാടം ദേവാലയത്തിൻ്റെ മുമ്പിലൂടെ, ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിലൂടെ, ആ ആരാധന സമൂഹത്തിൽ ആയിരിക്കേണ്ട നീ അത് ചെയ്യരുത്. സാബത്തിൽ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചുമട് കൊണ്ടുപോകരുത്. ജോലി ചെയ്യുകയും അരുത്. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചതുപോലെ സാബത്ത് ദിവസം ശുദ്ധമായിട്ട് ആചരിക്കണം. ഇന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇഷ്ടംപോലെ തടസ്സങ്ങൾ നേരിടുന്നത് ആരാ? ക്രൈസ്തവരല്ലേ? എല്ലാ സമൂഹവും ഉണ്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവ. വിവാഹം നടക്കുന്ന എത്ര പിള്ളേരുണ്ടല്ലേ? ഉണ്ടോ? മക്കളില്ലാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. പഴയ നിയമത്തിൽ മക്കളില്ലാത്ത കുടുംബങ്ങൾ എത്രയായിരുന്നു? 5-6 ഉണ്ട്. ആ കുടുംബങ്ങൾ ആരായിരുന്നു? ഒന്ന് യോവാക്കീമും അന്നായുമായിരുന്നു. അവർക്ക് മക്കളെ കിട്ടിയല്ലോ. അല്ലേലിയ. മക്കളില്ലാത്ത കുടുംബങ്ങൾ, വിവാഹം നടക്കാത്ത കുടുംബങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. എന്താ? ഈ ലോകത്തിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി യേശു നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു നാമമല്ലാതെ മറ്റൊരു നാമവും മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ എനിക്കോ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ യേശു നാമമല്ലാതെ മറ്റൊരു നാമവും. ഞാൻ രോഗം വന്ന സമയത്ത് കർത്താവിനെ അന്ധമായിട്ട് വിശ്വസിച്ചു, ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു, കണ്ണും മൂട്ടി വിശ്വസിച്ചു. കാരണം യേശുവിനല്ലാതെ ഈ രോഗത്തിൽ നിന്ന് സുഖപ്പെടുത്താൻ മറ്റാർക്കും സാധിക്കില്ല. അല്ലേലിയ. ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ പലരും പറഞ്ഞു അച്ഛന് ഭ്രാന്താണെന്ന് പറഞ്ഞു. കാരണം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഒരു, പ്രാർത്ഥിക്കാത്തവൻ പറയുന്നൊരു പേരാണ് ഭ്രാന്ത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭ്രാന്തനായിട്ട് ആദ്യം പറയേണ്ട വ്യക്തി ആരായിരിക്കും? ഈശോ മിശിഹ. രണ്ടാമത് കുടുംബ ആരായിരിക്കും? അപ്പോസ്തലന്മാർ അല്ലേ? അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ അല്ലേ? പിന്നെ ഔസേപ്പ് പിതാവ്. പ്രാർത്ഥിക്കാത്തവൻ്റെ ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥിക്കുന്നവനെ അധിക്ഷേപിക്കുക. അല്ലേലിയ. അതുകൊണ്ട് സ്നേഹമുള്ളവർ, നിങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുക, ബ്ലൈൻഡായിട്ട് യേശുവല്ല. ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധിയായിട്ട് വിശ്വസിക്കുക എന്നല്ല.
അതിൻ്റെ അർത്ഥം യേശു അല്ലാതെ എന്നെ സുഖപ്പെടുത്താൻ പറ്റുന്ന വേറൊരു ദൈവം ഇല്ല. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ കുറേ പ്രാവശ്യം മൊബൈലിൽ ഇങ്ങനെ ഫോൺ നമ്പർ ഇങ്ങനെ വിളിച്ചെടുക്കുക. ആ ഫോണെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചേച്ചിയുടെ കരച്ചിലാണ്. ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ കരയുന്നത്? എനിക്ക് 10-20 വയസ്സുള്ളൊരു പയ്യനുണ്ട്. ആ പയ്യനിങ്ങനെ രോഗങ്ങളാണ്. ഇങ്ങനെ ഞാൻ കുറേ നേരം കേട്ടിരുന്നു. കാരണം നമുക്ക് ഈ ഫോണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ പരാതി പറയില്ല അല്ലേ? പരാതികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം ഒന്നും ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, കൊച്ചിന് എന്താ രോഗം? ഇന്നതാണ്, അവന് ഇന്ന വിഷയമുണ്ട്. ഞാൻ കൊച്ചിൻ്റെ നാളെ എന്താണെന്ന് ചോദിച്ചു. ഒറ്റ കാര്യം ചോദിച്ചോളൂ. അപ്പോൾ പറഞ്ഞു, കൊച്ചു പഠിക്കാൻ പോവില്ല, കൊച്ച് അക്രമിയെ കാണുന്നു, വലിച്ചെറിയുന്നു, പള്ളിയിൽ പോവില്ല, ജപമാല ചൊല്ലാൻ തുടങ്ങിയാൽ അപ്പം എഴുന്നേറ്റ് പോവും, പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, വീട്ടിലെന്തെങ്കിലും നശിപ്പിക്കും. ഞാൻ ഒറ്റ കാര്യം ചെയ്യും. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് പറയുമ്പോൾ 20 വർഷം മുമ്പ് ജനിച്ച ഹോസ്പിറ്റലിൽ അവർ എഴുതി കൊടുത്തു, കൊച്ചിൻ്റെ സ്റ്റാർ ഇതാണെന്ന്. അതിപ്പോഴും വീട്ടിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കും. ക്രിസ്ത്യാനിയുടെ കുടുംബം. ക്രൈസ്തവനത് അവരുടെ വിശ്വാസം അവർ വിശ്വസിക്കുന്ന സത്യങ്ങളാണ് അല്ലേ? ക്രൈസ്തവർ ഈ സാധനം സൂക്ഷിച്ചുകൊണ്ടിരുന്നാൽ ഒരേ വീട്ടിൽ ആരിയിരിക്കുന്നു? ദൈവം ഇരിക്കുന്നു, പിശാചിന്. ദൈവം ഇരിക്കും അവിടെ, ദൈവം ഇറങ്ങിപ്പോവും. ദൈവം വഴിക്ക് പോവും അല്ലേ? ഞാൻ പറഞ്ഞു, ചേച്ചി ഒറ്റ കാര്യമുള്ളൂ, ഈ കൊച്ചിൻ്റെ പ്രശ്നങ്ങൾ, ഈ അടിയും കുത്തും, ഈ ഒച്ചപ്പാട്, ഈ തെറിയും, പള്ളിയിൽ പോകാത്തതിൻ്റെ കാരണം ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ അന്ധവിശ്വാസത്തിൽ വിശ്വസിച്ചു. ഇതിൽ നിന്ന് തിരിച്ച് നടക്കാനുള്ള ഒറ്റ വഴിയാണ് യേശുക്രിസ്തു. ക്രിസ്ത്യാനിയായാലും ഏത് മതക്കാരനായാലും ദൈവത്തിലാണ്, ഏക സത്യ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴും പറയുന്ന പെസഹ എന്താണെന്ന് വെച്ചാൽ, പെസഹ എന്താ? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവന്നതിൻ്റെ പ്രതീകമായിട്ടാണ് പെസഹ ആചരിക്കണം. ഹല്ലേലൂയ. പെസഹ ആചര്യം. ദുഃഖവെള്ളി എന്ന് പറയുന്നത് എന്താ? ദുഃഖവെള്ളിയിലൂടെ ഈശോ മനുഷ്യരെ ഈ ലോകത്തിൽ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും, മരണത്തിൻ്റെ ശക്തിയിൽ നിന്നും, പ്രകൃതി ശക്തിയിൽ, അന്ധകാര ശക്തിയിൽ നിന്നും മോചനം നൽകി. ഇതിനെന്താ പറയുന്നതെന്ന് അറിയാമോ? ക്രൈസ്തവ ജീവിതത്തിൻ്റെ നട്ടെല്ല്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ നട്ടെല്ലാണ്. അതുകൊണ്ടാണല്ലോ ആഴ്ചയ്ക്ക് പറയുന്ന പേരെന്താ? പീഡാനുഭവ ആഴ്ച അല്ലേ? വലിയ ആഴ്ച അല്ലെങ്കിൽ പീഡാനുഭവ ആഴ്ച. വലിയ ആഴ്ച എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ആഴ്ചകളെക്കാളും പ്രത്യേകമായിട്ടുള്ള ആഴ്ച. ആ ആഴ്ചയിൽ എന്താ? പ്രാർത്ഥന പോലും പീഡാസഹനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പീഡാസഹനത്തെക്കുറിച്ചാണ് ആഴ്ച. ഞാനിവിടെ ഒരു സ്ഥലത്തിരുന്നപ്പോൾ, പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ, ഞാൻ ചെല്ലേണ്ട മേഖലയെല്ലാം ഞാൻ ചെന്നിരുന്നു. ഒരു ദിവസം ഒരു 4-5-6-7 മണിക്കൂർ ഇരുന്നു. അപ്പോൾ ഒരു പയ്യൻ അകലേന്ന് 40-45-50 കിലോമീറ്റർ അകലേന്ന് അവിടെ പ്രാർത്ഥിക്കാൻ വന്നേക്കുക. അവനിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ബാക്കിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവൻ്റെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അച്ഛന്മാരുടെ സ്ഥലം അവിടെ. ഞാൻ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. അവനായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അത് പറഞ്ഞു, അച്ഛൻ എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. വിവാഹം നല്ല രീതിയിൽ കഴിഞ്ഞു. പെണ്ണിന് നല്ല ജോലിയുണ്ട്, നല്ല വിദേശത്താണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞ് പോയി ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പോയി. 15 ദിവസം കഴിഞ്ഞ് പോയിപ്പോൾ പറഞ്ഞു, അവളുടെ വീട്ടുകാരോട് പറഞ്ഞു, ഇനി ഈ കല്യാണം വേണ്ട. ഇപ്പം അങ്ങനെയാണല്ലോ പിള്ളേരെ കല്യാണം കഴിക്കുക, ഒരാഴ്ച ജീവിക്കുക, അല്ലെങ്കിൽ 2 ആഴ്ച ജീവിക്കുക, 1 കൊല്ലം ജീവിക്കുക, 2 കൊല്ലം ജീവിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് വേണ്ടെന്ന് പറയുക. നമ്മൾ ഈ ചെരുപ്പൊക്കെ മേടിച്ചിട്ട് കൊണ്ടുപോയി കൊടുത്ത് വേണ്ടെന്ന് പറയും. അല്ല, കടയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അതിൽ വിറ്റതൊന്നും തിരിച്ച് എടുക്കോ. നിങ്ങൾ വാച്ച് മേടിച്ചു, സ്വർണം മേടിച്ചു, നിങ്ങൾ പോയിട്ട് ഒരു 4-5 പൗൺ മേടിച്ചു, പിറ്റേ ദിവസം കൊണ്ടു ചെന്ന് അവൻ എന്ത് പറയും? ഇത് ആ വിലയ്ക്ക് എടുക്കില്ല അല്ലേ? വില താത്തിയാണ്. ഇന്ന് വിവാഹ ജീവിതം പോലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്. അപ്പോൾ ഇവൻ ഇങ്ങനെ തകർന്നിരിക്കുക. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഒരു കാര്യം, നീ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ? അവൻ പറഞ്ഞു, ഞാൻ ഗൾഫ് നാടുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഈ പെസഹ ദുഃഖവെള്ളി അതൊന്നും ആചരിച്ചല്ലോ അച്ഛാ? അതൊന്നും ആചരിക്കാൻ അവിടെ അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞു, വേറെ പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, വേറെ പള്ളിയിൽ പോയി ആ പ്രാർത്ഥന നടത്താണ്. ഞാൻ പറഞ്ഞു, ആ പ്രാർത്ഥനയും ഈ പ്രാർത്ഥനയും യോജിക്കില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? കുമ്പസാരിക്കണം. വേറെ പ്രാർത്ഥന നിസ്കാരങ്ങൾ ചെയ്തിട്ടുണ്ട്,
ഞാൻ അവനോട് ചോദിച്ചു, ഇതല്ലാതെ വേറെ സ്ഥലത്ത് പോയിട്ടുണ്ടോ? ജോലിക്ക്. അപ്പോൾ ജോലിക്കും പോയിട്ടുണ്ട്. അവിടെ പള്ളി ഉണ്ടായിരുന്നു, പള്ളി ഉണ്ടായിട്ടും പോയിട്ടില്ല. അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം എന്താണെന്നാണോ? അപ്പസ്തോല പ്രവർത്തനം ഈ ജൂതന്മാർക്കൊരു കാര്യമുണ്ട്. ജൂതന്മാരുടെ പ്രധാന തിരുനാൾ വന്നു കഴിഞ്ഞാൽ അവർ എവിടെയായിരുന്നാലും വർഷത്തിൽ 3 പ്രാവശ്യം ജെറുസലേമിൽ എത്തുമായിരുന്നു. വർഷത്തിൽ 3 പ്രാവശ്യം. അതുകൊണ്ടാണല്ലോ അറേബ്യ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വന്ന ജൂതന്മാർ വിശ്വാസം സ്വീകരിച്ച് മാമുദീസ സ്വീകരിച്ച് തിരിച്ചുപോയി അറേബ്യയിൽ ജീവിച്ചു എന്ന് അപ്പസ്തോല പ്രവർത്തനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതത്തിൽ പറയുന്നത്. നമ്മളെന്താ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരാത്തതിൻ്റെ കാരണം? അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ഈ പള്ളിയില്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമ്മുടെ പഠിക്കാൻ വേണ്ടി ജോലി ചെയ്യാൻ പോയിട്ട് തിരിച്ചു വരാത്തതിൻ്റെ കാരണം എന്താ? കാശ് പോവും, അല്ലേ? കാശ് പോവും. അല്ലെങ്കിൽ നമുക്ക് അവധി കിട്ടില്ല. പക്ഷേ യഹൂദന്മാരുടെ ജീവിതത്തിൽ അവർ ഈ 3 തിരുനാളും ഒഴിവാക്കില്ലായിരുന്നു. അവർ ദൈവം ഉപേക്ഷിക്കോ? ഇല്ല. ദൈവം ഉപേക്ഷിക്കാതെ. കാരണം അവർ ആ തിരുനാളിന്, പ്രധാന തിരുനാളിന്, നമ്മുടെ ഈ മട്ടാഞ്ചേരിയിലൊക്കെ ആൾക്കാരുണ്ട്, അവർ ഈ ദേശത്തുനിന്ന് അവർ ജെറുസലേമിൽ പോയി ജെറുസലേമിൽ തിരുനാൾ ആഘോഷിച്ചോളൂ. നമ്മുടെ ഇടവക തിരുനാൾ വരാണ്. നമ്മൾ ഏത് ഇപ്പോൾ കേരളത്തിലോ ഇന്ത്യയോ പുറത്താണെങ്കിലും അവരെല്ലാവരും എന്ത് ചെയ്യും? തിരിച്ച് വീട്ടിൽ എത്തിയ തിരുനാൾ ആഘോഷിക്കും. ഇത് അതേപോലത്തെ തിരുനാളാണ്. പന്തക്കുസ്ത തിരുനാൾ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ്. ഹല്ലേലൂയ. ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് പന്തക്കുസ്ത തിരുനാൾ. അല്ലെങ്കിൽ അവരുടെ കൂടാര തിരുനാൾ, കൂടാരത്തിൽ ദൈവം വസിച്ച തിരുനാൾ. അല്ലെങ്കിൽ പെസഹ തിരുനാൾ. പെസഹ അവരുടെ കടന്നുപോകലിൻ്റെ ഇതാണ്, അടിമത്തം മോചിപ്പിക്കുന്നതിൻ്റെ ആണെങ്കിൽ കൂടാരത്തിൽ നല്ല ദൈവം വസിച്ചതിൻ്റെ തിരുനാൾ. അപ്പോൾ പന്തക്കുസ്തയാണെങ്കിലോ ഇസ്രായേൽ ജനത്തിന് സീനായ് മലയിൽ വെച്ച് ദൈവം നൽകിയ കൽപ്പന തോറായെ അനുസ്മരിക്കുന്നത്, ഉടമ്പടിയും തോറായെ അനുസരിച്ച്. അപ്പോൾ അവരെന്താ 3 തിരുനാളുകളും അവർ ഉപേക്ഷിക്കില്ല, അല്ലേ? 3 തിരുനാളുകളും അവർ ഉപേക്ഷിക്കുക. അതുകൊണ്ടാണ് ഇസ്രായേൽ നമുക്ക് ജോവാക്യം മന്നെ മക്കളെ കിട്ടിയോ? അബ്രാഹം ഇസ്ഹാക്ക് മക്കളെ കിട്ടിയോ? അബ്രാഹം സാറയും മക്കളെ കിട്ടിയോ? ഇസ്ഹാക്കും റബേക്കും മക്കളെ കിട്ടിയോ? യാക്കോബും ഭാര്യയും മക്കളെ കിട്ടിയോ? പിന്നെ ആരാ? സാമുവേലിൻ്റെ അന്നായും മക്കളെ കിട്ടി. എലിയ പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥന ദൈവം. അവളെന്ത് ചെയ്തു? കരഞ്ഞ് പ്രാർത്ഥിച്ചു. വെള്ളം കുടിച്ചവൻ കുടിച്ചിട്ട് ഈ ഒച്ചപ്പാടുണ്ടാക്കുന്ന പോലെയാണ്. 2 കാര്യം. ഒന്ന്, വെള്ളം കുടിച്ചവൻ ഒച്ചപ്പാടുണ്ടാക്കും. 2, ആത്മാവ് നിറഞ്ഞവനും അത് വള്ളിയിൽ പോയാൽ ഉണ്ടാക്കുള്ളൂ. വെള്ളം കുടിച്ചവന് പള്ളി ഏതാണ്, സ്ഥലം ഏതാണെന്നൊരു പ്രത്യേകത അവനില്ല. ഞാനൊരു പള്ളിയിൽ, കാഞ്ഞിരപ്പുഴ ഭാഗത്തൊരു പള്ളിയിൽ ഞാൻ ഈ ക്രിസ്മസിനെ കണ്ട ഈസ്റ്ററിനോ ഞാൻ കുർബാന ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഞാൻ പള്ളിയിൽ പാടുന്ന അന്ന പെസഹയേക്കാളും മനോഹരമായിട്ട് തൊട്ട് താഴേന്നൊരു പാട്ട് കേട്ടു. ഞാൻ ഇറങ്ങി വന്നപ്പോൾ അച്ഛനോട് ചോദിച്ചു, ഈ പാട്ട് എവിടുന്നാ? അച്ഛൻ പറഞ്ഞു, കള്ള് ഷാപ്പിൽ നിന്നാ. കള്ള് ഷാപ്പ്. അതിന് ഒരു ഓർഗണും വേണ്ട, ഒരു തബലയും വേണ്ട, ഒരു ഗിത്താറും വേണ്ട. മനോഹരം. ഹല്ലേലൂയ. 5-ാമത്തെ ആളാരാന്ന് വെച്ചാൽ സാംസൻ്റെ അമ്മ മനോമ. മക്കളില്ലെങ്കിൽ അവരാശ്രയിക്കുന്ന ദൈവത്തെയാണ്. അതുകൊണ്ട് ഒറ്റ കാര്യമാണ്, ദൈവത്തോട് 100% വിശ്വാസം. ഈ കാലഘട്ടത്തിൽ ലംഘിക്കപ്പെടുന്നൊരു പാപമാണ് കർത്താവിൻ്റെ ദിവസം ആചരിക്കാതിരിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായം 1-ന്റെയും 20-ാം അധ്യായം തൊട്ടടുത്ത് വരുന്ന ആദ്യ ദിവസം അവരൊന്നിച്ചു കൂടിയപ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു, അല്ലേ? ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ മഗ്ദലേന മറിയം ശവകുടീരത്തിന്റെ സമയത്തേക്ക് വന്നു. ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി. ഇനി അടുത്ത പാരഗ്രാഫ് വായിക്കുക. അതിൽ പറയാണ്, ആദ്യ ദിവസം യഹൂദന്മാര് ഭയന്നിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. മർക്കോസിന്റെ 16-ാം അധ്യായം ആദ്യം പറഞ്ഞ മഗ്ദലേന മറിയം യേശു ആദ്യം. അതെന്താ? സാബത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ചയായിരുന്നു. ആ സാബത്തിനെ കർത്താവ് തൻ്റെ മരണത്തിലൂടെ, തൻ്റെ പീഡാസഹന മരണത്തിലൂടെ ഉദ്ധാനം ചെയ്തു. ഈശോ പിറക്കുന്നതും ഈശോ ഉദ്ധാനം ചെയ്യുന്നതും എപ്പോഴാണ്? ഇരുട്ടത്താണ്. അന്ധകാരത്തെ നീക്കുന്നവനാണ്, പ്രകാശത്തിൻ്റെ പ്രകാശമായിട്ടാണ് ഈ ലോകത്തിലേക്ക് ഈശോ വന്ന് തെളിയിക്കുന്നതാണ് പിറവിയും ഉദ്ധാനം. ഹല്ലേലൂയ. സുവിശേഷകന്മാരെല്ലാം പറയുന്നവർക്ക് ആദ്യ ദിവസം. പിന്നെ 8-ാം ദിവസം. 8 എന്ന് പറയുന്നത് എന്താ? ആദ്യ ദിവസം ആഴ്ചയുടെ 1-ാം ദിവസം ആണെങ്കിൽ പഴയ കാലത്ത് എന്താ? സാബത്ത് എന്ന് പറയുന്നത് ആഴ്ചയുടെ അവസാന ദിവസം.
ഇതെന്തിനു വേണ്ടിയാ? ആഴ്ചയുടെ ആദ്യ ദിവസം കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് കൃപ സ്വീകരിച്ച് ശക്തി സ്വീകരിച്ച് 6 ദിവസവും പണിയെടുക്കണം. വീണ്ടും നീണം 8-ാം ദിവസം എവിടെ വരണം? പള്ളിയിൽ വരണം. ഇതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ ശക്തമായ ഭാഷയിലാണ് പറഞ്ഞത്. പുറപ്പാടിൻ്റെ പുസ്തകം 31:5 ഇപ്രകാരം പറയാണ്, നിങ്ങൾക്ക് ഇത് സാബത്ത് ആചരിക്കണം, കാരണം അത് നിങ്ങൾക്ക് ഒരു വിശുദ്ധ ദിനമാണ്. എന്നിട്ട് പറയാം, അതിനെ അശുദ്ധനാക്കുന്നവൻ വധിക്കപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അത്രമാത്രം തീവ്രതയോടെ ആചരിക്കുന്നത്? ജൂതന്മാർ ഈ കൽപ്പന ഇസ്രായേൽ ജനം ആചരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, അന്ന് ജോലി ചെയ്യുന്നവൻ 6 ദിവസം ജോലി ചെയ്യണം, എന്നാൽ 7-ാം ദിവസം സാബത്താണ്, കർത്താവിന് വിശുദ്ധമായ വിശ്രമദിനം. സാബത്ത് ദിവസം ജോലി ചെയ്യുന്നവൻ വധിക്കപ്പെടണം. അന്ന് വീണ്ടും പറയാം, അന്ന് ജോലി ചെയ്യുന്നവൻ ജനത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടണം. അപ്പോൾ ദൈവിക അല്ലെങ്കിൽ സഭയുടെ കൂട്ടായ്മയിൽ നിന്നും ഒരുവിനെ അകറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ സാബത്ത് ലംഘനമാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ദിവസ ആചരണ ലംഘനമാണ് അകറ്റുന്നത്. ഞാനിപ്പോൾ അതിനോട് ചോദിച്ചു, എടാ നീ പള്ളിയുള്ള സ്ഥലത്തും പള്ളിയില്ലാത്ത സ്ഥലത്തും പോയപ്പോൾ ഈ പെസക, ഈ ദുഃഖവെള്ളി, ഈ ക്രിസ്മസ്, ഈ ഈസ്റ്റർ അല്ലെങ്കിൽ ഓശാന ആചരിച്ചിട്ടുണ്ടോ? ഇല്ല അച്ഛാ. അതിനെത്ര പ്രത്യേകത എന്താ? നമ്മുടെ ആളുകൾക്ക് ഇത്ര പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം രമീജസ് പ്രതാപ് പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി ഒരു പരിചയമില്ലാത്ത അപരിചിതനായ ഒരു വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോയി. ഒരു പരിചയമില്ല. അതുകൊണ്ട് പിതാവ് പറയുന്നത് നമ്മളെ വിച്ഛേദിക്കപ്പെടാം. നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തോടുള്ള വിശ്വസ്തത നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവകൽപ്പനകൾ അനുസരിക്കുക. ഞാൻ അച്ഛൻ പറഞ്ഞ അനുസരിച്ചു. അച്ഛൻ വലിയ തെറ്റൊന്നുമല്ല അച്ഛൻ പറഞ്ഞത്, ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. ഞാൻ അനുസരിച്ച് കുന്തിരിക്കും പോകാൻ തുടങ്ങി, അത്ഭുതം പ്രവർത്തി. രണ്ടാമത് എന്തായിരുന്നത്? ഉപ്പിടാൻ തുടങ്ങി, വ്യത്യാസം വന്നു. അനുസരിക്കാൻ ദൈവം ഇറങ്ങി അല്ലേ? ഞാനും പഠിച്ചിട്ടുള്ള. പക്ഷെ അച്ഛൻ പറഞ്ഞു അത് ബുദ്ധിമുട്ടല്ല നോക്കേണ്ടത്, മറിച്ച് കൃപയിലേക്കാണ് നോക്കുക. അതുകൊണ്ട് പറയുന്നത് 6 ദിവസവും അധ്വാനിക്കുക, എന്നാൽ 7-ാം ദിവസം കർത്താവിൻ്റെ വിശുദ്ധമായ വിശ്രമ ദിനമാണ്. അന്ന് സാബത്ത് ദിനം ജോലി ചെയ്യുന്നവൻ വധിക്കപ്പെടണം. ഇസ്രായേൽ ജനം ശാശ്വതമായ ഒരു ഉടമ്പടിയായി തലമുറ പോലും വീണ്ടും 35:3-12 വ്യക്തമായിട്ട് പറയാം. 6 ദിവസം ജോലി ചെയ്യുക, 7-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ ദിനമായിരിക്കണം. കർത്താവിന് സമർപ്പിച്ചതും വിശ്രമത്തിനുള്ളതുമായ സാബത്ത് ദിനം. അന്ന് ജോലി ചെയ്യുന്ന ഏവനും വധിക്കപ്പെടണം. നിങ്ങളുടെ വസതികളിൽ അന്ന് തീ കത്തിക്കരുത്. പുറപ്പാടിൻ്റെ പുസ്തകം 31:3 പ്രകാരം പറയാണ്, ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർത്ഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാതര ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ നീ കർത്താവിൽ ആനന്ദം. അപ്പോൾ നീ കർത്താവിൽ. നമ്മുടെ പിള്ളേരൊന്നും വിദേശത്ത് പോയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൃപയൊന്നുമില്ല, ആണോ? നമ്മുടെ കഴിവുമല്ല. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാരുടെയോ സഭയിലെ വൈദികരുടെ കഴിവല്ല. നമ്മുടെ പൂർവികർ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായി? നമ്മുടെ കുട്ടികൾ ദേശങ്ങൾ ജോലിയല്ല കീഴടക്കുന്നു. ജോലിക്ക് വേണ്ടിയാണ് പോകുന്നത്, അല്ലേ? ജോലിക്ക് വേണ്ടിയല്ല പോകുന്നത്. ഇപ്രകാരം പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചാൽ ഞാൻ നിങ്ങളെ ഉന്നത സ്ഥാനങ്ങളിലൂടെ സവാരി ചെയ്യും. ഹല്ലേലൂയ. ഉന്നത സ്ഥലങ്ങളിലൂടെ സവാരി ചെയ്യും, അല്ലേ? നമ്മുടെ പിള്ളേരെന്താ ഈ ലോകത്തിൻ്റെ മുകളിലൂടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുക, അല്ലേ? കാർന്നോമാർ ചെയ്ത. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ അടുത്തൊരു തലമുറ ഉണ്ടാവില്ല. നമ്മൾ പോകുന്ന ജോലിക്ക് വേണ്ടിയാണ്. കർത്താവ് ജോലിക്ക് വേണ്ടിയല്ല അയക്കുന്നത്. കർത്താവ് അയക്കുന്നത് കർത്താവിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. നമ്മുടെ ഇടവകയിൽ എല്ലാവരും ഞായറാഴ്ച ദിവസം പള്ളി പോകുന്നുണ്ടോ? പോകുന്നുണ്ടോ? ഇല്ല. പോകാൻ അവർക്ക് തോന്നാത്തതിൻ്റെ കാരണം എന്താ? ദൈവവുമായിട്ടുള്ള ബന്ധം ഏറ്റവും മുമ്പ് ഉപേക്ഷിക്കുന്ന ബന്ധം ഏതാണെന്ന് വെച്ചാൽ ജപമാല ചൊല്ലാനുള്ള ഒരു ഭക്തി അവനിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. ഹല്ലേലൂയ. പിന്നീട് കുമ്പസാരിക്കാൻ പോകാൻ പറ്റത്തില്ല. മൂന്നാമത്തെ കാര്യമാണ് കുർബാന അവനൊരു താല്പര്യവും
ഇല്ലാതായി. താല്പര്യം ഉണ്ടാവില്ല. അല്ലേ ഈ കൺവെൻഷൻ്റെ ഇടയ്ക്ക് പങ്കെടുത്ത ഒരു ചേട്ടൻ 3 ദിവസവും പങ്കെടുത്തു. 4-ാമത്തെ ദിവസം ചേട്ടൻ കൗൺസിലിങ്ങിന് പോയി. 4-ാമത്തെ ദിവസം ഞങ്ങൾ വൈകിട്ട് ആ സെൻറ്ററിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് കുമ്പസാരിച്ചെന്ന് വെച്ചാൽ കുമ്പസാരിച്ചില്ല. കൗൺസിലിംഗ് എല്ലാം നടത്തി. കൗൺസിലിംഗ് എല്ലാം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലാണ്, നമ്മുടെ രോഗം ഡോക്ടർ കണ്ടുപിടിച്ചപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് മാത്രം വേണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഒരു കൗൺസിലിങ്ങിന് പോകുമ്പോൾ, ഒരു സ്പിരിച്വൽ ഷെയറിങ്ങിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഡെലിവറൻസിന് പോകുമ്പോൾ ഏറ്റവും മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുമ്പസാരം ഒരു ഡെലിവറൻസാണ്. കുമ്പസാരം ഒരു ഡെലിവറൻസാണ്. നമ്മുടെ വീട്ടിലെല്ലാവരും കുമ്പസാരിച്ചാൽ ആ നിമിഷത്തെ തന്നെ അവിടെയുള്ള പിശാച് ഇറങ്ങിപ്പോകാൻ വേണ്ടി നിങ്ങൾ വല്ല ഡെലിവറൻസുള്ള അച്ഛന്മാരുടെ അടുത്തേക്കൊന്നും പോകണ്ട. എല്ലാവരും ഒരുങ്ങി അനുദപിച്ച് പോയി കുമ്പസാരിച്ചാൽ അപ്പം തിന്മ അവിടെ നിന്ന്. ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും നമ്മൾ ഡെലിവറൻസ് ചെയ്യുന്ന അച്ഛന്മാർ ചെയ്യുന്ന അപ്പം പോയി കുമ്പസാരിക്കും. അല്ലേ? മുമ്പ് കുമ്പസാരിക്കും, പിൻപും കുമ്പസാരിക്കും. കുമ്പസാരിച്ച് കഴിയുമ്പോൾ ഒരു വ്യക്തി എങ്ങനെ ആയിത്തീരുന്നു എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീഴുന്നത് പോലെ വരപ്രസാദത്താൽ നിറയുന്നു കുമ്പസാരത്തിലൂടെ. പാപമോചനം സെക്കൻഡറി, രണ്ടാമത് കിട്ടുന്നതാണ് പാപമോചനം. ഫസ്റ്റ് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് സ്നേഹമുള്ളവർ തുടർന്ന് പറയാണ്, ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നൽകും. ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത്. എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസരായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹന ബലികളും മറ്റും ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടും. ഇനി നമ്മുടെ ദേശത്ത് വസിക്കുന്ന നിവാസികൾ, ബംഗാളികളോ അവർ ഏത് മതസ്ഥരായാലും അവരും ആചരിക്കണോ? കൊണ്ടുവരും. കന്നുകാലികൾ ആചരിക്കണോ? യോനായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന പ്രകാരമാണ് രാജാവ് പ്രഖ്യാപിച്ചു, ഈ ദേശത്ത് ഒരു നാശം വരാൻ പോകുമ്പോൾ രാജാവ് പ്രഖ്യാപിച്ചപ്പോൾ ഈ ദേശത്തുള്ള എല്ലാ നിവാസികളും കന്നുകാലി ഉൾപ്പെടെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. അല്ലേ? ചിലവർ പറയാറുണ്ട് കച്ചവടത്തിന് പോകാറുണ്ട്. ഞാൻ പോകാറില്ല അച്ഛാ, പക്ഷേ കട തുറക്കുന്ന കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. അല്ലേ? ഞാനൊരു പള്ളിയിൽ പോയപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇടവക കയറിയിട്ടിരുന്ന പള്ളിയിൽ അവിടെ ഒരു 10-20 റബ്ബറുണ്ട്. അപ്പോൾ ഞാൻ കുർബാന, രണ്ടാമത്തെ കുർബാനയാണ്, 10-11 മണി കുർബാന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തോട്ടത്തിൽ ഒരു ചേട്ടൻ നടക്കുന്നു. ഞാൻ ചോദിക്കാൻ പോയപ്പോൾ കൈകാരന്മാർ പറഞ്ഞു, അച്ഛാ അതിൽ കയറി ഇടപെടണ്ട, അച്ഛൻ അതിനെക്കുറിച്ച് അറിയില്ല, അത് ഞങ്ങൾ നോക്കിക്കോളാം. 10-70 വയസ്സ് ചേട്ടന്മാരാണ്, ഞങ്ങൾ നോക്കിക്കോളാം. കാരണം എന്താ, അത് വെട്ടിയാലാണ് പൈസ പള്ളിയിൽ. ആ ജൂൺ മാസത്തിലെ ചെറിയൊരു കാറ്റ് വന്നു, അതിൽ 9 നല്ല മരം ഒടിച്ചു. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാറ്റ് ഊതിക്കഴിഞ്ഞാൽ മോശം മരമാണോ ഒടിയുന്നത്, ഏറ്റവും നല്ലതാണോ ഒടിയുന്നത്? ആണോ? എൻ്റെ കാരണം എന്താ, കർത്താവിൻ്റെ സംരക്ഷണം കർത്താവ് പിൻപിടിച്ചു. ചിലവർ പറയാറുണ്ട് എൻ്റെ ബാലൻസ് തെറ്റാറുണ്ട്. ഈ തലയുടെ ഇയർ ബാലൻസ് തെറ്റാറുണ്ട്. അല്ലേ? നമ്മൾ കർത്താവിനോട് വിശ്വസ്തത പാലിച്ച ഒരു ഇയർ ബാലൻസും തെറ്റില്ല, ഒരു ബാലൻസും തെറ്റില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ചയും കണ്ട് ഒരു കുടുംബം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടേ. അവർ ചേർത്തലയിൽ നിന്നാണ് പറഞ്ഞു. അപ്പോൾ നമ്മൾക്കിങ്ങനെ തല കറങ്ങുന്നു. അപ്പോൾ എനിക്ക് മെസ്സേജ് പറയാണ്, തല കറങ്ങുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു എന്ന് വിളിച്ചു പറയാണ്. അപ്പോൾ ചേച്ചി ഇവിടെ എവിടെയോ ഇങ്ങോട്ടിരുന്ന് എവിടെയോ ആ ചേച്ചി തല കറങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്, കസേരയിലിരിക്കുകയാണ്. കുർബാനയ്ക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം തല കറങ്ങി ഇങ്ങനെ ഇരിക്കുക. അതിന് ഇവിടെ ആരോ വെള്ളം എന്തോ കൊടുത്തു, അങ്ങനെ കൊണ്ട് ആ ചേച്ചി പറയാം, അപ്പം തന്നെ സൗഖ്യപ്പെട്ടു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും.
കർത്താവായി ദൈവമേ, ഞാനങ്ങേ ആരാധിക്കുന്നു, ഞാനങ്ങേ സ്തുതിക്കുന്നു, ഞാനങ്ങേക്ക് നന്ദി പറയുന്നു, ഞാനങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവായി ദൈവമേ, ഞങ്ങളുടെ അപ്പന്റെയും എൻ്റെ അമ്മയുടെയും ജീവിത പങ്കാളിയുടെയും 7 തലമുറകളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായി ദൈവമേ, അങ്ങുമായുള്ള വാഗ്ദാനങ്ങളിലൂടെയുള്ള ഉടമ്പടിയോ കരാറുകളോ ബന്ധങ്ങളോ വിച്ഛേദിക്കുകയും ഏതെങ്കിലും അന്യ ആരാധനമായി സാത്താനുമായി പിശാചുമായി ഏതെങ്കിലും കൂട്ടുകെട്ടുകളോ ഏതെങ്കിലും ഉടമ്പടികളോ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടികൾ ഞങ്ങളിതാ യേശുവിന്റെ നാമത്തിൽ റദ്ദ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പാപവും പാപ വഴികളും പാപ കൂട്ടുകെട്ടുകളും പാപ സാഹചര്യങ്ങളും പാപ സ്വഭാവങ്ങളും പാപ സ്ഥലങ്ങളും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. സാത്താനെയും പിശാചിനെയും അവന്റെ ആഡംബരങ്ങളെയും അവന്റെ ആഘോഷങ്ങളെയും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. കർത്താവായി ദൈവമേ, ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും മാനസാന്തരങ്ങളും രോഗശാന്തികളും നൽകിയതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, എന്റെ കുടുംബത്തിന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു ശക്തിയും ഒരു കൃപയും ഒരു അഭിഷേകവും ഒരു ചൈതന്യവും എനിക്ക് ഈ നിമിഷം അങ്ങനെ ആത്മാവിനെ അയച്ച് നൽകണമേ. രാത്രി പുലർക്കാലെ 3:30 മണി കണ്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ഓ പരിശുദ്ധാത്മാവേ, എന്നെ വിളിച്ചുണർത്തണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്റെ കുടുംബാംഗങ്ങളെ വിശുദ്ധീകരിക്കണമേ. കരങ്ങളെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് വചനം കൊണ്ട് ബന്ധിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഖ്യ 23 പ്രാർത്ഥിക്കുന്നു. യാക്കോബിനെ ആഭിചാരം അളിക്കില്ല, ഇസ്രായേലിനെ ചുറ്റിരമില്ല. യാക്കോബ് ഇസ്രായേൽ സംഖ്യ 23 പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും മാതാപിതാക്കന്മാരോ സഹോദരി സഹോദരോ ഞങ്ങളുടെ കുടുംബത്തിലെ മക്കളോ ഞങ്ങൾ ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കാൻ ദൈവമായ ഏതെങ്കിലും വിധത്തിലുള്ള അന്യ ആരാധനകളുമായി എന്റെ പൂജകളുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ബന്ധങ്ങളോ സ്ഥാപിച്ച് അന്യ അക്രൈസ്തവമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിച്ച് അവരുടെ പെരുവസ്തുകൾ സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. അവരുടെ മക്കളെ ഞങ്ങളുമായി സ്വീകരിച്ച് അവിടെ ആരാധന രീതിയിലേക്ക് മിശ്ര വിവാഹത്തിലേക്കോ ലൗകികാതിലേക്കോ പ്രേമബന്ധത്തിലേക്കോ ഞങ്ങളുടെ കുടുംബം റോമിയോ ജിഹാദിലേക്കോ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ പോയി അങ്ങനെ ദൈവമായ കർത്താവ് വഴി ഉടമ്പടി വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, ആ തലമുറയ്ക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി ഉടമ്പടി സ്ഥാപിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ കർത്താവേ. മാർക്കോസ് 9:14 മാർക്കോസ് 9:14-29 വെച്ച് ബന്ധിക്കണം. വെളിപാട് 12:10 വെച്ച് ബന്ധിക്കുന്ന ശാസിക്കുന്നു. 1 Corinthians 1 പത്രോസ് 5:7 വെച്ച് ബന്ധിക്കുന്ന ശാസിക്കുന്ന യൂദാ തരീസിന്റെ ലേഖനം 17:25 വെച്ച് ബന്ധിക്കുന്ന ശാസിക്കുന്നു. കർത്താവായ ദൈവമേ, കത്തോലിക്ക തിരുസഭയുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി, കത്തോലിക്ക തിരുസഭയുടെ കൂട്ടായ്മ നശിപ്പിക്കുന്നതിന് വേണ്ടി, കത്തോലിക്ക തിരുസഭയുടെ പരിശുദ്ധ കുർബാനയെ നിർവീര്യമാക്കുന്നതിന് വേണ്ടി, കത്തോലിക്ക തിരുസഭയുടെ പൗരോഹിത്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി, സന്യാസം ഇല്ലാതാക്കുന്നതിന്, ഉപസാരം ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഭിന്നിപ്പിക്കുന്ന ചിതറിപ്പിക്കുന്ന സഭയെ ചിതറിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും കോണുകളിൽ നിന്ന് പൂജകളോ ക്രിയകളോ മന്ത്രവാദങ്ങളോ ആഭിചാര പ്രവൃത്തികളോ ചെയ്യുന്ന സെന്ററുകളെയും ഞങ്ങളുടെ കുട്ടികളുടെ വിവാഹത്തെ തടസ്സപ്പെട്ട കുട്ടികളുടെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെടുന്നതിന് വേണ്ടി മന്ത്രവാദങ്ങളോ കൂടോത്രങ്ങളോ ആഭിചാര പ്രവൃത്തികളോ ഏതെങ്കിലും കോണുകളിൽ നിന്ന് അയക്കുന്നുണ്ടെങ്കിൽ ആ അയക്കുന്ന സെന്ററുകളെ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ സഭപിതാക്കന്മാരുടെ കൂട്ടായ്മയിൽ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിൽ പാലക്കാട് രൂപതാചാൻ പീറ്റർ പിതാവിന്റെയും ജേക്കബ് പിതാവിന്റെയും ആത്മീയ കൂട്ടായ്മയിൽ ജിയോ താലക്കലത്തിന്റെയും വിൽസനത്തിന്റെയും എട്ടൊന്നലത്തിന്റെയും ഡോണത്തിന്റെയും ജോൺ പുത്തങ്കരത്തിന്റെയും ജിയോ ബാവനത്തിന്റെയും പൗരോഹിത്യ കൂട്ടായ്മ അതിന്റെ അമ്പി പിതാവിന്റെ പൗരോഹിത്യ കൂട്ടായ്മയിൽ നിങ്ങൾ ലോകം സകല ശിക്ഷയോടെ ആരോഗ്യപ്പെടും. വിശ്വസിക്കാത്ത വിശ്വസിക്കുന്നവരുടെ എന്റെ നാമത്തിൽ പിശാചുകളും പുതിയ വാർത്തകൾ
പാപങ്ങളൊക്കെ മാറി നിന്ന് മർക്കോസ് 9, മർക്കോസ് 16, 14, 19 പേജ്, യെശയ്യ 43, 14, 21 പേജ്. പൗരോഹിത്യത്തിൽ സഭാപിതാവ് പ്രീതുന്ന അന്ധകാര ശക്തികളെ, പൈശാചിക പീഡകൾ, ആധിപത്യങ്ങൾ ഞങ്ങളിൽ നിന്നും, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും, ദേശങ്ങളിൽ നിന്നും തല നിത്യ നരകത്തിൽ നിബന്ധിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന ശുശ്രൂഷയിൽ പങ്കെടുത്ത ഒരു കുടുംബം അവിടെ സ്വന്തമല്ല, അവർ വാങ്ങി കുറച്ച് സ്ഥലം നമുക്ക് നൽകാൻ അവർ ആഗ്രഹിക്കുകയാണ്. ലക്ഷങ്ങൾ വില വരുന്ന സ്ഥലമാണ്. പക്ഷെ അവർ അത് വാങ്ങിയിട്ട് നമുക്ക് ഒരു 1,70,000, 1.25 ലക്ഷം രൂപയോടത്തോളം കൊടുത്താൽ മതി. അതിൽ 1 ഏക്കർ സ്ഥലം അവർ ഫ്രീ ആയിട്ട് നമുക്ക് നൽകുന്നതാണ്. താമസമുള്ള ധ്യാനം നടത്തണമെന്ന് ഒരു വലിയൊരു ആഗ്രഹം ഇവിടെ കുടുംബാംഗങ്ങൾ, അവരുടെ 3 കുടുംബങ്ങളോടത്തോളം ഇവിടെ ഒരു വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കേണ്ട ഒരു കുടുംബം 3 വർഷമായിട്ട് വരുന്നതാണ്. അപ്പോൾ അവരങ്ങനെ ആഗ്രഹം അവർ നിർബന്ധിച്ച് അതിനുവേണ്ടി നമ്മൾ ചെയ്യണം. നമുക്ക് 1.25 ലക്ഷം രൂപ കൊടുക്കണം. നല്ല വിലയുള്ള സ്ഥലമാണ്, റോഡ് സൈഡാണ്, ഹൈവേയോട് ചേർന്നാണ്. നമുക്കത് എടുക്കാനായിട്ട് പിതാവും ആവശ്യപ്പെട്ടു. ഒറ്റ കാര്യമുള്ളൂ, 24 മണിക്കൂറും നമുക്ക് ദിവ്യാനം എടുത്തു വെച്ച് സഭയ്ക്കും യുവതിവാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള നിയോഗമാണ്. അച്ഛൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നുമില്ല. ദൈവം നൽകിയ പ്രേരണ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് സാധ്യം 1 സെൻറ്റോ 1/2 സെൻറ്റോ 1/4 സെൻറ്റോ അല്ലെങ്കിൽ 8-1 നിങ്ങൾക്ക് തരാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ 1000, 500 ഏതൊക്കെ വിധത്തിൽ തരാൻ പറ്റുന്നുണ്ടോ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടിയാണ്. സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്.